മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് എങ്ങനെയാണ് കെ.ബി. ഗണേഷ് കുമാറിന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയത്? ഈ ചോദ്യത്തിന് നമ്മുടെ മുൻ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഒരു മറുപടി നൽകി. എന്താണ് ആ മറുപടി? ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദായാലും ഗൾഫിലെ ലൈസൻസ് ഉപയോഗിച്ച് ഞാൻ വാഹനം ഓടിക്കുമെന്ന്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ താറാറിലായിരിക്കുന്നു. നിപ്പച്ചന് മനസ്സിലായില്ലേ? പുറത്തും ലോകത്തെമ്പാടും ഓടിക്കാനുള്ള ഗൾഫിലെ ലൈസൻസ് എന്റെ ആ ലൈസൻസ് വെച്ച് ഞാൻ ഓടിക്കും. നീ എന്തൊക്കെയാണ് പറയണേ? തള്ളി മറച്ചിടുമല്ലോ. ആ ലൈസൻസ് വെച്ച് ഞാൻ ഓടിക്കും. അതുകൊണ്ട് ഗണേഷ് കുമാറിന്റെ ലൈസൻസ് റദ്ദാക്കി അയാൾ ഓടിക്കത്തില്ലെന്ന് വിചാരിക്കരുത്. ഞാൻ ഓടിക്കും. ഞാനൊരു വലിയ സംഭവം അല്ലേ? എനിക്ക് ഗൾഫിലെ ലൈസൻസ് എന്നിട്ട് വാലിഡ് ആണ്. എനിക്ക് ഗൾഫിൽ നിന്ന് ഇന്റർനാഷണൽ ലൈസൻസ് ഉണ്ട്. ഓക്കെ. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. അതേതായാലും എന്റെ അച്ഛനല്ലല്ലോ അവിടെ മന്ത്രി. ആണോ? ഞാൻ നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. ഞാൻ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി വാങ്ങിച്ചതല്ലേ ഗൾഫിലെ ലൈസൻസ്. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? ഗൾഫിലെ ലൈസൻസ് എടുക്കാനൊക്കെ ഒരാൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ വണ്ടി ഓടിക്കാൻ യോഗ്യത കേട്ടോ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. അത് അന്ന് പറയാം. അങ്ങനെയൊന്നും പറഞ്ഞ് അങ്ങ് പുറകെ കൂടണ്ട. അങ്ങനെയൊന്നും ഓടിയല്ല. ഇതൊന്നും പറഞ്ഞുകൊണ്ട് പേടിച്ചോടുന്നതാണ് എന്റെ ഗണേഷ് കുമാർ. ചവിട്ടുകൊണ്ട് ഇണക്ക് തെറ്റി ഏണാ കൂടാ ചങ്കരച്ചേട്ടാ നായി. എന്നാലും അഹങ്കാരത്തിനൊരു കുറവുമില്ല. ഇനിയെങ്കിലും വിവരമുള്ളവർ പറയുന്നത് കേൾക്കണാക്കണാണ്ടേ. ശരിക്കും ഗൾഫിലെ ലൈസൻസ് ഉപയോഗിച്ച് ഇന്ത്യയിൽ വാഹനം ഓടിക്കാൻ കഴിയുമോ? കഴിയില്ല എന്നാണ് നമ്മുടെ നിയമം പറയുന്നത്. അപ്പൊ തട്ടിപ്പാണല്ലേ? മായം കാട്ടി തക്കിട തരികിടയാക്കി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നിന്റെ പരിപാടി തീർത്തു തരാം. ഗൾഫിൽ ലൈസൻസ് ഉള്ള ഇന്ത്യൻ പൗരൻ അപേക്ഷിച്ചാൽ തത്തുല്യമായ ഇന്ത്യൻ ലൈസൻസ് ലഭിക്കും. ഇന്ത്യയിൽ വരുന്ന വിദേശികൾക്ക് അവരുടെ രാജ്യങ്ങളിൽ നിന്ന് സ്വന്തം ലൈസൻസ് ഹാജരാക്കി ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനും കഴിയും. എന്നാൽ ഒരു ഇന്ത്യൻ പൗരൻ വിദേശത്ത് നിന്നുള്ള ലൈസൻസ് നേടിയാലും നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കണമെങ്കിൽ ഇന്ത്യൻ ലൈസൻസ് മസ്റ്റ് ആണ്. നല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഇപ്പോഴല്ല നിന്റെ മുഖം വവ്വാല് ചപ്പിയ പോലെ എവിനായത്. ഇന്ത്യൻ പൗരൻ വിദേശത്ത് നിന്നുള്ള ലൈസൻസ് നേടിയാലും നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കണമെങ്കിൽ ഇന്ത്യൻ ലൈസൻസ് മസ്റ്റ് ആണ്. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. എന്നാ ഞാനങ്ങട്